കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ബ്ലാക്ക് പെപ്പർ എല്ലാം ഇട്ട്. എന്താണ് ബ്ലാക്ക് പെപ്പർ? ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് കോങ്ങാടാണ്. എന്താ കോങ്ങാട് എന്നല്ലേ, നമ്മുടെ ചങ്ക് ഗഡി പറഞ്ഞു ഇവിടുത്തെ ഹോട്ടൽ റൗദ ഫാമിലി റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി ബിരിയാണി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ എന്തായാലും കോങ്ങാട്ടേക്ക് വരേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടെന്നോ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ ഇവരൊരു ചെമ്പ് ചോറും കൊണ്ടാണ് കേട്ടോ വരുന്നത് കണ്ടത്. അങ്ങനെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു ചെമ്പ് ചോറ് കഴിഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ ചെമ്പാണെന്ന്, രണ്ടാമത്തെ ട്രിപ്പാണെന്ന്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫേമസ് ബിരിയാണി കഴിക്കാൻ ഒരുപാട് പേരാണ് ഈ ഒരു ഹോട്ടലിലേക്ക് കയറുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് ഓർഡർ ചെയ്തതും ഇവിടുത്തെ ഈ ഒരു ഫേമസ് ബിരിയാണിയും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരു ഫേമസ് ചില്ലി ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. അപ്പുറത്ത് നല്ല മൊരിയണ നല്ല അടിപൊളി ചില്ലി ചിക്കൻ വറുക്കണത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ തിളച്ചെണ്ണയിൽ ഈ ഒരു ചില്ലി ഇങ്ങനെ വറുത്ത് കോരി എടുക്കണതാണ് തന്നെ നല്ലൊരു ഭംഗിയല്ലേ. എന്തായാലും ഇപ്പം തന്നെ എടുത്ത് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കൈയിട്ട് പറഞ്ഞാൽ എൻ്റെ കൈയും ഇതിൻ്റെ ഇപ്പം കോരി എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ സാധനങ്ങൾ റെഡി ആകട്ടെ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് നമ്മുടെ ടേബിളിലേക്ക് എത്തിയാണ്. ദമ്മ് പൊട്ടിച്ച നല്ല ആവി പറക്കണ ചിക്കൻ ബിരിയാണി ആണ് ഇത് ഈ കൊടുന്ന് വെക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു ചെറിയ വലിയ ഉരുളിയിലാണ് ഈ ഒരു ബിരിയാണി കൊടുന്ന് വെക്കുന്നത്. വലിയ ഉരുളി പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് അത്യാവശ്യം പറഞ്ഞറിയിക്കുക തന്നെ വേണം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 2 പീസ് ചിക്കനും അതുപോലെ തന്നെ ഒരു പുഴുങ്ങിയ മുട്ടയും റൈസും പിന്നെ അവരുടേതായ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് ഈ ഒരു ബിരിയാണി അവർ സർവ് ചെയ്യുന്നത്. ആ ചിക്കൻ്റെ ചെറിയ പീസും അതുപോലെ തന്നെ സാലഡും പിന്നെ പുഴുങ്ങിയ മുട്ടയെന്ന് ചെറിയൊരു കഷ്ണം വെച്ച് റൈസ് കൂടെ കൂട്ടി കഴിക്കുമ്പോൾ കിട്ടണ സുഖം ഉണ്ടല്ലോ എൻ്റെ സാറേ, ഒന്നും പറയാല്ല. എങ്ങനെയാ കുഴപ്പമില്ലല്ലോ, ബിരിയാണി ഒക്കെ ഉണ്ട്. ബിരിയാണി കുഴപ്പമില്ലല്ലേ, അടിപൊളിയായിട്ടില്ലല്ലോ. കഴിച്ചിട്ടുണ്ടല്ലോ. ബിരിയാണി അല്ലേ, എഗ്ഗൊക്കെ ഉണ്ടല്ലേ, 2 പീസും പിന്നെ എഗ്ഗും. അങ്ങനെ ബിരിയാണി നടത്തിയിട്ടുണ്ട്. പിന്നെ ബിരിയാണിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഐറ്റം വിട്ടുപോയി, വേറൊന്നുമല്ല അച്ചാറാണ്. ഞാൻ പറഞ്ഞപ്പോൾ പോലും കൊടുന്ന് തന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഈ റൈസിൻ്റെ ഒപ്പൊക്കെ ഈ ഒരു ചെറിയ പുളിയൊക്കെ കയറി വരുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ, എന്നാൽ കുറേ പേർക്ക് താല്പര്യമൊന്നും ഉണ്ടായില്ല. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ റൈസും പിന്നെ ആ നാരങ്ങൻ്റെ ചെറിയൊരു പീസും. നാരങ്ങല്ല കേട്ടോ, മാങ്ങയായിരുന്നു, മാങ്ങച്ചാറാണ്. അപ്പം മാങ്ങൻ്റെ ചെറിയൊരു പീസും പിന്നെ അതുപോലെ തന്നെ ആ ചിക്കൻ്റെ ഒരു ചെറിയൊരു കഷ്ണമൊക്കെ വെച്ചിട്ട് ഈ റൈസൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോഴല്ലോ അതൊരു വേറെ ഫീൽ തന്നെ കേട്ടോ. കുറച്ച് മുമ്പേ ഓർഡർ ചെയ്ത ആ ചിക്കൻ ഫ്രൈ ഇല്ലേ, അതെന്താ നമ്മുടെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. ആവിയൊക്കെ പറക്കണം, ഇപ്പം എണ്ണയിൽ ഇങ്ങനെ കോരിയെടുത്ത് കൊടുക്കുന്നതാണ്. എന്തായാലും ആ 2 ചിക്കൻ്റെ പീസും പിന്നെ അതുപോലെ തന്നെ ആ 2 സവോളയും ആ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ആ റൈസിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. ആ പുറത്തത്തെ നല്ല ക്രിപ്സി ആയിട്ട് ഉള്ളിൽ നല്ലൊരു എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ട്, എന്തായാലും അത്യാവശ്യം നല്ല വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നല്ല ഹാർഡായി പറഞ്ഞാൽ കഴിക്കാനൊരു സുഖം ഉണ്ടായില്ല. പക്ഷെ ഇത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ ആയിരുന്നു കേട്ടോ. ആ നാരങ്ങ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അതൊന്ന് പറഞ്ഞറിയിക്കാൻ വേണം, അതൊരു വേറെ ലെവലായിരുന്നു കേട്ടോ. നമ്മുടെ ചങ്ക് ബ്രോയ്ക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണിയും അതുപോലെ തന്നെ അവൻ്റെ ചില്ലൊക്കെ. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലുള്ളത്? സ്പെഷ്യല് ബിരിയാണി, പൊറോട്ട രണ്ടുമാണ് നമ്മുടെ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത്. പൊറോട്ട പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫേമസ് ആണ്. കല്ലടിക്കോടാണ്. എത്ര വർഷം ഇപ്പോൾ കട തുടങ്ങിയിട്ട്? ഇത് കട തുടങ്ങിയിട്ട് ഒരു 6 വർഷം കഴിഞ്ഞു. 6 വർഷമായില്ലേ? നിങ്ങളാണോ ഇവിടുത്തെ? അല്ല അല്ല, ഇത് നമ്മുടെ ഇക്കാലിയിൽ കൂലിയാണ്. ഇക്കറിയാലോ മൂപ്പര് ഇവിടെ ഐറ്റംസ് എല്ലാം മൂപ്പരാണ് മെയിൻ. എൻ്റെ പേരെന്താണ്? നാരായണൻകുട്ടി. ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ്. ചൈനീസ് മേക്കറാണ്. അങ്ങനെ അവിടെ നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരായണൻകുട്ടി ചേട്ടൻ ഇരിക്കട്ടെ ഒരു ലൈക്കും ഒരു കമൻറ്റും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മുടെ കോങ്ങാട് ഇന്ത്യൻ ഓയിലിൻ്റെയും അതുപോലെ തന്നെ കോങ്ങാട് ബസ് സ്റ്റാൻഡിൻ്റെയും ഏറെക്കുറെ ഇടയിലാണ് ഈ ഒരു ഹോട്ടൽ റൗദ ഫാമിലി റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ അവിടെ നിന്ന് ഒരു 45-50 മീറ്ററോളം ഫ്രണ്ടിലോട്ട് വന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ഹോട്ടൽ കാണാൻ പറ്റും റൈറ്റ് സൈഡായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുമ്പോഴൊക്കെ ഒന്ന് കയറിയാൽ മതി കേട്ടോ, ഇതിനായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകുകയൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. പിന്നെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളമായി. നമ്മൾ വേറെ ചാനലും കൂടി ഇതിനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ചത്തോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു ഫുഡിൻ്റെ ഒരു ചാനലായിരുന്നു അത്. ഇതുവരെയായിട്ട് നമ്മൾ ആ ഒരു ചാനലിൽ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ചാനൽ എത്രത്തോളം ഫ്രണ്ടിലോട്ട് പോകുന്ന പറഞ്ഞിട്ട് മാത്രം ആ ഒരു ചാനലിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇനി മുതൽ ആ ഒരു ചാനലിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം. വേറൊരു വീഡിയോസ് അല്ല, നമ്മുടെ ഫുഡ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ആ ഒരു ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു ചാനലിൽ നമ്മുടെ സാധാ വ്ളോഗ്
വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അതായത് നമ്മുടെ യാത്രകളും പിന്നെ അൺബോക്സിങ് വീഡിയോസൊക്കെ വേണമെങ്കിൽ അങ്ങനെ, ഫിഷിൻ്റെ ബേർഡ്സിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെങ്കിൽ അങ്ങനെ, അതുപോലുള്ള വീഡിയോസൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചില വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. പിന്നെ ആ ഒരു ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അതായത് ഒരു 2-3 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുക. ആ ചാനൽ റിവീൽ ചെയ്യാൻ ഈ ഒരു ചാനൽ വന്നിട്ട് പറയേണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം.